ഇന്ന് നമുക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ് ഗൈസ്. എന്താണെന്നറിയോ, ഇന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ലാസ്റ്റ് ക്ലാസ്സാണ്. നാളെ ക്ലാസ്സിൽ പോകണ്ട, നാളെ നമുക്ക് ഫ്രീ ഡേ ആണ്. ഓ, ഇന്നും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പഠിത്തം അവസാനിച്ചു. നമ്മളിപ്പോൾ അതിന് ലാസ്റ്റ് ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് ലാസ്റ്റ് ഡേ അതിൻ്റെ സന്തോഷം ഫുൾ മുഖത്ത് കാണാനുണ്ട്. ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഫ്രേഗ്രൻസ് ടെസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് അവിടുത്തെ കുറച്ച് ഫ്രേഗ്രൻസ് ഒക്കെ എടുത്ത് അവർ സ്മെല്ല് ചെയ്ത് നോക്കാൻ തന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ തന്നെ താല്പര്യമുള്ള ഫ്രേഗ്രൻസ് വെച്ച് നമുക്ക് സ്വന്തമായിട്ട് ബോഡിയിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സ്മെല്ല് ചെയ്ത ഫ്രേഗ്രൻസിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്ത് നമുക്ക് അവിടെ കൊണ്ടുപോയാൽ അവരതൊക്കെ മിക്സ് ചെയ്ത് സെറ്റാക്കി ഒരു ബോഡിയിലേക്ക് തിരിച്ചു തരും. ഇങ്ങനെയായിരുന്നു അത്. പക്ഷെ നല്ലൊരു ആക്ടിവിറ്റി ആയിരുന്നു, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമായിരുന്നു. കോഴ്സ് കഴിഞ്ഞപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടും. കോഴ്സെല്ലാം തീർന്നുണ്ട്. അടിപൊളി പരിപാടിയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് ബാക്കി കാണാനാണ്. ഓക്കെ, ബൈ. ബാമ്പു ആർ 8-1-2 പ്രതി 2 പ്രതി. നമുക്കവിടെ യൂണിവേഴ്സിറ്റിയുടെ ഡീനായിട്ട് സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ ആ യൂണിവേഴ്സിറ്റിയിലെ പരിപാടി നമുക്കങ്ങനെ ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് കിട്ടി. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പരിപാടി അവസാനിച്ചു. ഗൈസ്, നമ്മൾ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞാൽ തിരിച്ച് ക്ലാസ്സിലേക്ക് തന്നെ കയറുകയാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് അവർ. ഇതിൽ അവരോടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്ലാസ് കഴിഞ്ഞു. ഈ സെഷൻ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സ്പെഷ്യൽ തായ് ഫുഡുകളെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ആ ഫുഡുകളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരും. ഒരാൾക്ക് ഒരു ബോക്സ് എന്നുള്ള രീതിയിൽ. ഇതായിരുന്നു നമുക്ക് കിട്ടിയ ബോക്സ്. ഇനി നമുക്ക് ഫുഡ് ടേസ്റ്റ് ഹരി. We have seen a lot of fruit dessert videos, so I want to try the cherry one. You can eat that too. That too you can eat that too. Arjun ഇതെങ്ങനെയുണ്ട്? ഇതെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ക്യാബേജും ഇതിനത് മീനാണോ? അത് സ്വീറ്റാ. മറ്റേ ഉണ്ടിയില്ലേ, എല്ലുണ്ടില്ല, അതുപോലത്തെ വീങ്ങ വീങ്ങ വീങ്ങ. വീഡിയോയിൽ കണ്ടന്റ് ഓക്കെ, കണ്ടന്റ് കഴിച്ചോളാ. മോച്ചിട്ട് ജാപ്പനീസ് ഏത് അതല്ലല്ലേ? ഇത് കുടിച്ചിട്ട് ടേസ്റ്റ് ഇത് കുടിക്കാം. ഇനി മീൻ അല്ല മോച്ച് ഞാൻ എന്നാ കഴിച്ചോളാം. അത് സ്വീറ്റല്ല, സ്വീറ്റല്ല, അതെരിവ സ്വീറ്റല്ല, കാര്യമില്ല, ചിച്ചിയാ. സ്വീറ്റല്ല അത്. പിന്നെ ഒരു ടേസ്റ്റ് ये बढ़िया है. और नूडल्स മറ്റേത് ഞാൻ പറഞ്ഞു മീനത്. എടാ മറ്റേ മോച്ചോ കഴിക്കടാ. എടാ മോച്ചോയോ? ആ മറ്റേ ബ്രൗൺ കളർ ഉണ്ടാവണ്ട. ഞാൻ മുളക് വേണ്ട, മുളക് വേണ്ട, മുളക് കഴിക്കല്ലേ എരിവ. അത് ശരി, മുളക് ഞാൻ ഉപ്പാന്ന് ജാപ്പനീസ് സാധനോ? അല്ല അത് ഇല കഴിക്കില്ല, എല്ലാം വേണ്ട. ആരും പറയുമ്പോ തന്നെ എന്തോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്താന്നറിയില്ല, ഒരു ജാപ്പനീസ് സാധനം നീ കഴിക്കും. ട്രാൻസ്ലേറ്റർ എന്നാ നോക്കിയത്? അത് സമയമില്ല, നീ കഴിക്കങ്ങോട്ടെ. എടാ എന്തായാലും നീ മരിച്ചൊന്നും പോവില്ല, തിന്നോ. വെജ് സാധനം. വെജ് ആണെങ്കിൽ വലിയ ഇതിലുണ്ടാവുമല്ലോ.
വെജല്ലെങ്കിൽ ഇതേ ഇതേ സാധനം കഴിക്ക് നല്ല ടേസ്റ്റാണ്. മോശമൊന്നും ഇല്ലട്ടോ, വേറെ എന്തോ സാധനം അറിയാൻ പാടില്ല. ഇതാണ്ടാവും വായിലിട്ട് ഞാൻ തിരിച്ചു ഇട്ടതാ. ഹരി എടുത്തോ വെള്ളം കുടിച്ചോ. അതെങ്ങനെ കഴിക്കുന്നത്? അത് നല്ലതാണെന്ന് അത് നല്ലതാണെന്ന് നോക്കാം. അടുത്ത വിഷയം സാധനം ഞാൻ പറയാം. അത് നൂല് നല്ലതാട്ടോ, അത് കാര്യമായിട്ട് ഡെസേർട്സ് ആണ് കഴിച്ചതാ. നിങ്ങളൊക്കെ വെച്ചോളൂ ഡെസേർട്ട്. കണ്ടോ പറഞ്ഞോ, അത് നല്ലതാന്ന് ഞാൻ പറഞ്ഞല്ലോ. കുഴപ്പമില്ല. ആ എന്ത് വെച്ചോന്നില്ല, കഴിച്ചത് വെച്ച് നോക്കിയാൽ അതല്ലേ നല്ലത്. കഴിഞ്ഞോ? അത് കോക്കനട്ട് പുഡിംഗ്. ഇത് മാത്രമേ അതിലാണ് മധുരമുള്ളത്. കുഴപ്പമില്ല. പിന്നെ സിമ്പിന്റെ ഒക്കെ ടേസ്റ്റ് കയറിയാണ്. ഇപ്പൊ സിമ്പിന്റെ ടേസ്റ്റ് വായിൽ മൊത്തം. എല്ലാരെ കൊണ്ടും ഫുഡൊക്കെ തിരിച്ചു. പക്ഷേ എൻ്റെ ബോക്സ് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഗൈസ്, ജാവുന്നില്ല. ഹരി ചിലപ്പോൾ ഛർദിക്കും. മാറിയിരിക്കാമോ? എല്ലാവരും ഹാപ്പിയാണോ? എല്ലാവരും തിന്നു എല്ലാം നല്ലല്ലേ ഹരി? അങ്ങനെ നമ്മളൊരു അൺഎക്സ്പെക്റ്റഡ് സംഭവം ചെയ്യാനാണ് പോകുന്നത്. 14-ാം തീയതി തിരിച്ചു വരാനിരുന്ന് ഞാൻ 13-ാം തീയതി തിരിച്ചു വരാൻ തീരുമാനിച്ചു. അപ്പം തിരിച്ചു പോകാനായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഷോപ്പിങ്ങിന് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ചൈന ടൗണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഷോപ്പിങ്ങിന്. അത് അവിടെയുള്ളൊരു മാർക്കറ്റാണ്. നമുക്ക് അവിടെ കാണാം. ഗൈസ്, നാളെ ഞാൻ തിരിച്ചു പോകും നാട്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയേക്കാണ്. ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിറങ്ങിയത് ഇവിടെ ഒന്നും കാണുന്നില്ല. പക്ഷേ നമ്മൾ ചൈന ടൗണിലാണല്ലോ, ചൈന ടൗൺ തായ്ലൻഡിലെ. ഗൈസ്, ഇതൊക്കെ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡാണ്. സ്ട്രീറ്റ് ഫുഡ്. ഞങ്ങൾ വരാൻ നേരത്ത് ഭയങ്കര മഴയായിരുന്നു ഗൈസ്. നമ്മുടെ ചക്കയൊക്കെ അവിടെ പോയി നല്ല വിലയിട്ട് എനിക്ക് ചീതി വന്നു ഗൈസ്. നമ്മുടെ അടുത്ത് ചക്ക, റംബൂട്ടാൻ, അങ്ങനെ കുറെ സാധനങ്ങൾ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. 40 പാത്തിന് അവര് ഗൈസ് കുറെ ക്യൂട്ട് സാധനങ്ങൾ കിട്ടുന്ന ഒരു മാർക്കറ്റ് ഗൈസ്. നല്ല ഓറഞ്ച് ജ്യൂസാണ്, ഓറഞ്ച് ജ്യൂസ്. എല്ലാത്തിൻ്റെയും കോപ്പി കിട്ടും ഗൈസ് ഇവിടെ. ഗൈസ്, കളിപ്പാട്ടം കണ്ട് നോക്കി നിൽക്കാണ് ചേട്ടായി. കൊച്ചിനെന്നൊക്കെ പറയും, പക്ഷെ കള്ളാണ് ഗൈസ്. അവന് തന്നെ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. മുതുക്കൻ സാൻജോങ്കിൾ, സാൻജോങ്കിൾ. കണ്ണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് റൂമിലേക്ക് പോവാണ്. നാളെ ഞാൻ വീട്ടിൽ പോവാണ്. വീട്ടിൽ അമ്മച്ചിട്ട് ചോറിട്ടാ പോവാണ് ഗൈസ്. സാൻജോട്ട ഇങ്ങനെ ബാഗൊക്കെ തൂക്കി നടക്കണം. സാൻജോ, 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 തിരിഞ്ഞു നോക്ക് സാൻജോ. എടാ, ഞാൻ പോണതിനെ പറ്റി എന്താ പറയാനുള്ളേ? കരച്ചിൽ വന്നോ? കരച്ചിൽ വന്നോ? കരയോ? എടാ, ഒന്ന് കരയണ കാണട്രാ സാൻജോ. കരയൊന്ന് കാണട്രാ സാൻജോ. എവിടെ സതീശ ചേച്ചി എന്നെ കാണുന്നതാ. ഇന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ പോകും. അപ്പൊ അതിന് മുമ്പ് നമ്മള് ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയി. കറങ്ങാൻ ബസുനെ അവിടെ നോക്കിയാ. തിരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മളവിടുത്തെ
ഒരു മാളിൽ വന്നതാണ്. ഐക്കൺ സിയം എന്നും പറഞ്ഞൊരു മാളുണ്ട് അവിടെ. നമ്മളവിടെ വന്നതാണ് ഗൈസ്. മുതലിറച്ചിയാണ്. മുതലേനെ കറക്കാട്ടിക്കണേ കണ്ണ്. വാവ്, മാങ്ങ. നമ്മൾ ഈ മാള് ഫുള്ള് ഓടി നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും മേടിച്ചൊന്നുമില്ല. എല്ലാം കാണാൻ കൊള്ളാം, പക്ഷെ ഒന്നും മേടിക്കാൻ കൊള്ളില്ല. എല്ലാം ഭയങ്കര ചീപ്പാ, ക്വാളിറ്റി ഒന്നും ഇല്ലെന്നാ തോന്നുന്നത്. മാളിൻ്റെ ഉള്ളിൽ കൂടെ ട്രെയിൻ ഓടുന്നു, അതിൻ്റെ ഇടയ്ക്കൊക്കെ ചേച്ചി നടക്കുന്നു. എന്തൊക്കെയാ കാണിക്കുന്നേ? വാ, ഗൈസ് മാളിൻ്റെ ഉള്ളിൽ വെള്ളച്ചാട്ടമാണ് ഗൈസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്പോ, ഐക്കൺ സിയം എന്നാണ് എഴുതി തന്നെ. അമ്പോ അമ്പോ. ആ, അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയതാ എയർപോർട്ടിലേക്ക് പോവാണ്. നമ്മൾ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇതാ നമ്മുടെ തായ്ലൻഡ് യാത്ര അവസാനിച്ചു. നമ്മൾ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് പോയി. അമ്പോ, അങ്ങനെ 4 മണിക്കൂർ ഫ്ലൈറ്റിൽ 4 മണിക്കൂർ ഞാൻ ഇറങ്ങാണ്ട് ഇങ്ങനെ വെറുതെ വയമുള്ളിച്ചിരിക്കായിരുന്നു ഗൈസ്. അയ്യോ, നാട്ടിൽ വന്നു ഗൈസ്. അമ്മേ, ലാൻഡ് ചെയ്തു. പെട്ടെടുത്തോ? സന്തോഷം ഉണ്ടാമോ? മന്തിയോ? അപ്പൊ ഞാൻ വന്നാലും ഹാപ്പി ആയില്ലേ? എക്സ്പ്രഷൻ ഒന്നും ഇട്ടില്ല എന്നുള്ളൂ, പക്ഷെ ഭയങ്കര സന്തോഷമാണ്. ഒരു കുറേ കൂടെ പൈസ പോയല്ലോ, അതിൻ്റെതായ നല്ല സന്തോഷം പുള്ളിയുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ പണ്ടേ നഷ്ടമാണ്. പുള്ളി അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ജീവിക്കുന്നു. പട്ടിണിയായി. നമ്മളങ്ങനെ വീടെത്തി തായ്ലൻഡ് വ്ലോഗ് അവസാനിച്ചു. ഓക്കോ